നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ ഈസ്, ആം, ആർ ഉപയോഗിച്ചുകൊണ്ടുള്ള സാധാരണ വാചകങ്ങളും, അതായത് അഫിർമേറ്റീവ് സെൻറ്റൻസുകൾ എന്ന് പറയുന്ന വാചകങ്ങളും, അല്ല ഇല്ല എന്ന് അർത്ഥം വരുന്ന നെഗറ്റീവ് സെൻറ്റൻസുകളും പഠിച്ചിരുന്നു. ഇന്ന് ഈസ്, ആം, ആർ ഇവ ഉപയോഗിച്ചുകൊണ്ട് ചോദ്യവാചകങ്ങൾ ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്ന രീതിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ വീഡിയോകളിൽ പഠിച്ച അതേ സർവ്വനാമങ്ങൾ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. സിംഗുലർ, പ്ലൂറൽ എന്നിങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഐ, വി, യു, ഹി, ഷി, ഇറ്റ്, ദൈ, ഇന്ദു ആൻഡ് ബിന്ദു. ഐ ഞാൻ, വി ഞങ്ങൾ, യു നീ, യു നിങ്ങൾ, ഹി അവൻ, അയാൾ അദ്ദേഹം, ഷി അവൾ, ഇറ്റ് അത്. ഹി, ഷി, ഇറ്റ് ഇത് മൂന്നിനും കൂടി ഒരൊറ്റ ബഹുവചന രൂപം ദൈ, അവർ അല്ലെങ്കിൽ അവ. ഇന്ദു എന്നത് ഏകവചന നാമം, ഇന്ദു ആൻഡ് ബിന്ദു എന്നത് ബഹുവചന നാമരൂപങ്ങൾ. ഈസ്, ആം, ആർ ഇവ ഓരോന്നും നാമങ്ങളുടെയോ സർവനാമങ്ങളുടെയോ കൂടെ ഉപയോഗിക്കുന്നുവെന്ന് നമ്മൾ പഠിച്ചു. ഇവ സർവനാമങ്ങളുടെ ആദ്യം എന്ന് വെച്ചാൽ സർവനാമങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ചേർത്താൽ, ആദ്യം ഇവ ചേർക്കുകയും പിന്നീട് സർവനാമം ചേർക്കുകയും ചെയ്താൽ അതൊരു ചോദ്യരൂപം ഉണ്ടാക്കുവാൻ ആയിട്ടത് ഉപയോഗിക്കും. ഉദാഹരണം, ഐ ആം ഞാനാണ്, ഐ ആം ഞാനാണ്. ഇതിലെ ആം എടുത്ത് ആദ്യമിട്ട് ആം ഐ ഞാനാണോ എന്ന് ചോദ്യരൂപം ഉണ്ടാക്കുവാൻ കഴിയും. വി ആർ ഞങ്ങളാണ്, ആർ വി ഞങ്ങളാണോ. യു ആർ നീയാണ് അല്ലെങ്കിൽ നിങ്ങളാണ്, ആർ യു നീയാണോ അല്ലെങ്കിൽ നിങ്ങളാണോ. ഹി ഈസ് അവനാണ്, തിരിച്ച് ഈസ് ഹി അവനാണോ. ഷീ ഈസ് അവളാണ്, ഈസ് ഷീ അവളാണോ. ഇറ്റ് ഈസ് അതാണ്, ഈസ് ഇറ്റ് അതാണോ. ദൈ ആർ അവരാണ് അല്ലെങ്കിൽ അവയാണ്, ആർ ദൈ അവറാണോ അല്ലെങ്കിൽ അവയാണോ. ഇന്ദു ഈസ് ഇന്ദുവാണ്, ഈസ് ഇന്ദു ഇന്ദുവാണോ. ഇന്ദു ആൻഡ് ബിന്ദു ആർ ഇന്ദുവും ബിന്ദുവും ആകുന്നു, ആർ ഇന്ദു ആൻഡ് ബിന്ദു ഇന്ദുവും ബിന്ദുവും ആണോ. അപ്പം ഈ രൂപത്തിൽ സർവനാമങ്ങളുടെയും നാമങ്ങളുടെയും തുടക്കത്തിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ഉപയോഗിച്ച് നമുക്ക് ചോദ്യരൂപം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. ഇനി ഈസ്, ആം, ആർ ഇവ ഓരോന്നും ഉപയോഗിച്ച് എങ്ങനെയാണ് ചോദ്യവാചകങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ഉദാഹരണ സഹിതം ഇവിടെ പറഞ്ഞു തരികയാണ്. അത്തരം സെൻറ്റൻസുകളാണ് നമ്മളിനി പഠിക്കുന്നത്. ആദ്യം സിംഗുലർ ഏകവചനം നോക്കൂ. ഐ ആം ഡ്രിങ്കിങ് വാട്ടർ, ഞാൻ വെള്ളം കുടിക്കുകയാണ്. അതിൻ്റെ തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത് അതിൽ ആം എന്ന വാക്കെടുത്ത് ആദ്യം ചേർക്കുകയും ബാക്കി തുടർന്ന് വായിക്കുകയും വാചകാവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയും ചെയ്താൽ അതൊരു ചോദ്യവാചകമാക്കി മാറ്റി എടുക്കുവാൻ സാധിക്കും. അതായത് ഐ ആം ഡ്രിങ്കിങ് വാട്ടർ എന്ന സെൻറ്റൻസിലെ ആം എന്ന വാക്ക് മാത്രമെടുത്ത് വാചകത്തിൻ്റെ ആദ്യം ഇടുകയും തുടർന്ന് വായിക്കുകയും വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയും ചെയ്താൽ അതൊരു ചോദ്യവാചകമായി മാറും. അപ്പം ഐ ആം ഡ്രിങ്കിങ് വാട്ടർ, ഞാൻ വെള്ളം കുടിക്കുകയാണ്. അതിലെ ആം എന്ന ആക്സിലറി വെർബ് സഹായക ക്രിയയെടുത്ത് വാചകത്തിൻ്റെ തുടക്കത്തിൽ ഇട്ടിട്ട് ബാക്കി തുടർന്ന് വായിക്കുക. അപ്പോൾ ആം ഐ ഡ്രിങ്കിങ് വാട്ടർ, അവസാനം ക്വസ്റ്റ്യൻ മാർക്കും ഇടുക. അപ്പോൾ അതൊരു ചോദ്യവാചകമായി മാറും. ഞാൻ വെള്ളം കുടിക്കുകയാണോ. ആം ഐ ഡ്രിങ്കിങ് വാട്ടർ, ഞാൻ വെള്ളം കുടിക്കുകയാണോ. ഇതേ മാതൃകയിലാണ് ബാക്കി എല്ലാ സെൻറ്റൻസുകളും ഇവിടെ എഴുതിയിട്ടുള്ളത്. അടുത്ത പ്ലൂറൽ നോക്കൂ. വി ആർ ഡ്രിങ്കിങ് വാട്ടർ, ഞങ്ങൾ വെള്ളം കുടിക്കുകയാണ്. അതിൽ ആറെടുത്ത് ആദ്യമിട്ട് തുടർന്ന് വായിച്ചു വാചകാവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ അതൊരു ചോദ്യവാചകമായി മാറ്റപ്പെടും. താഴെ നോക്കൂ. ആർ വി ഡ്രിങ്കിങ് വാട്ടർ, ഞങ്ങൾ വെള്ളം കുടിക്കുകയാണോ. അടുത്ത ഇടതുവശത്ത് ഹി ഈസ് എ ഡോക്ടർ, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അതിലെ ഈസ് എടുത്ത് ആദ്യം ഇടുകയും തുടർന്ന് വായിക്കുകയും വാചകാവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയും ചെയ്താൽ ഈസ് ഹി എ ഡോക്ടർ, അദ്ദേഹം ഒരു ഡോക്ടറാണോ. അടുത്ത് നോക്കുക, അതിൻ്റെ പ്ലൂറൽ ദേ ആർ ഡോക്ടേഴ്സ്, അവർ ഡോക്ടർമാർ ആകുന്നു. അതിലെ ആറെടുത്ത് വാചകത്തിൻ്റെ ആദ്യം ഇട്ടു. ആർ ദൈ ഡോക്ടേഴ്സ്, അവർ ഡോക്ടർമാരാണോ. ആറെടുത്ത് വാചകത്തിൻ്റെ ആദ്യം ഇടുകയും തുടർന്ന് വായിക്കുകയും വാചക അവസാനം
ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയും വേണം. അപ്പോൾ ആർ ദൈ ഡോക്ടേഴ്സ്, അവർ ഡോക്ടറന്മാർ ആണോ. അടുത്തിന് ഏകവചനം നോക്കൂ. ഷീ ഈസ് എ ടീച്ചർ, അവൾ ഒരു അധ്യാപികയാണ്. അപ്പം ചോദ്യമാക്കുവാൻ ഈസ് എടുത്ത വാചകത്തിൻ്റെ ആദ്യം ഇടുകയും തുടർന്ന് വായിക്കുകയും വാചകാവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയും ചെയ്താൽ മതി. ഈസ് ഷീ എ ടീച്ചർ, അവളൊരു അധ്യാപികയാണോ. അതിൻ്റെ പ്ലൂറൽ നോക്കൂ. ദേ ആർ ടീച്ചേഴ്സ്, അവർ അധ്യാപകരാണ്. അതിലെ ആർ എന്ന ആക്സിലറി വെർബ് എടുത്ത് വാചകത്തിൻ്റെ ആദ്യം ഇടുകയും തുടർന്ന് വായിക്കുകയും വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയും ചെയ്താൽ ആർ ദൈ ടീച്ചേഴ്സ്, അവർ അധ്യാപകരാണോ എന്ന് കിട്ടും. അടുത്ത് ഏകവചനം. ഇറ്റ് ഈസ് എ കൗ, അതൊരു പശുവാകുന്നു. അതൊരു പശുവാണോ എന്ന് ചോദിക്കുവാൻ അതിലെ ഈസ് എന്ന വാക്കെടുത്ത് വാചകത്തിൻ്റെ ആദ്യം ഇടുകയും തുടർന്ന് വായിക്കുകയും വാചകാവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയും ചെയ്താൽ മതി. ഈസ് ഇറ്റ് എ കൗ, അതൊരു പശുവാണോ. അടുത്തതിൻ്റെ പ്ലൂറൽ നോക്കൂ. ദേ ആർ കൗസ്, അവ പശുക്കളാകുന്നു. അവ പശുക്കളാകുന്നു. അവ പശുക്കളാണോ എന്ന് ചോദിക്കുവാൻ അതിലെ ആർ എന്ന ആക്സിലറി വെർബ് എടുത്ത വാചകത്തിൻ്റെ ആദ്യം ഇടുകയും തുടർന്ന് വായിക്കുകയും വാചകാവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയും ചെയ്താൽ മതി. ആർ ദൈ കൗസ്, അവ പശുക്കളാണോ. അടുത്ത സിംഗുലർ നോക്കൂ. ഇന്ദു ഈസ് എ സ്റ്റുഡൻറ്റ്, ഇതൊരു ഏകവചന നാമമാണ്. നമ്മൾ ഇതുവരെയും പഠിച്ചത് സർവനാമങ്ങളായിരുന്നു. ഇന്ദു ഈസ് എ സ്റ്റുഡൻറ്റ്, ഇന്ദു ഒരു വിദ്യാർത്ഥിനി ആകുന്നു. ഇന്ദു ഒരു വിദ്യാർത്ഥിനി ആണോ എന്ന് ചോദിക്കുവാൻ അതിലെ ഈസ് എടുത്ത് വാചകത്തിൻ്റെ ആദ്യം ഇടുകയും തുടർന്ന് വായിക്കുകയും വാചകാവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ചേർക്കുകയും വേണം. ഈസ് ഇന്ദു എ സ്റ്റുഡൻറ്റ്, ഇന്ദു ഒരു വിദ്യാർത്ഥിനിയാണോ. അടുത്ത പ്ലൂറൽ. ഇന്ദു ആൻഡ് ബിന്ദു ആർ സ്റ്റുഡൻറ്റ്സ്, ഇന്ദുവും ബിന്ദുവും വിദ്യാർത്ഥിനികളാകുന്നു. ഇന്ദുവും ബിന്ദുവും വിദ്യാർത്ഥിനികളാണോ എന്ന് ചോദിക്കുവാൻ അതിലെ ആർ എന്ന വാക്കടുത്ത വാചകത്തിൻ്റെ ആദ്യം ഇടുകയും തുടർന്ന് വായിക്കുകയും വാചകാവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയും ചെയ്താൽ മതി. ആർ ഇന്ദു ആൻഡ് ബിന്ദു സ്റ്റുഡൻറ്റ്സ്, ഇന്ദുവും ബിന്ദുവും വിദ്യാർത്ഥിനികളാണോ. അപ്പോൾ ഈ രീതിയിലാണ്, വളരെ സിമ്പിളാണ്, ഈ രീതിയിലാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഈസ്, ആം, ആർ ഉപയോഗിച്ച് ചോദ്യവാചകങ്ങൾ ഉണ്ടാക്കുന്നത്.